ഹായ്, ഫ്ലെയർ റൈറ്റിംഗിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് സംസാരിക്കാം. കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 നമ്മൾ അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് ചെയ്തിരുന്നു. അതുപോലെ Q2 റിസൾട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അതുപോലെ ഈ സെക്ടറിലുള്ള റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന സെക്ടറിലുള്ള ബാക്കിയുള്ള കമ്പനികളെ നമ്മൾ മൊത്തത്തിൽ ബിസിനസ് അനാലിസിസ് ചെയ്യുകയും അവരുടെ റിസൾട്ടുകളെല്ലാം നമ്മൾ പരിശോധിച്ചിരുന്നു. ഈ ഒരു സെക്ടറിൽ ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഡോംസും ഫ്ലെയറും ആയിരുന്നു ഏകദേശം ടോപ്പിൽ നിന്നിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പരമാവധി ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് അനാലിസിസ് നന്നായിട്ട് മനസ്സിലാവും. അതിനേക്കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാലേ ഉള്ളൂ അവിടെ ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോൾ അത് ഇമ്പ്രൂവ്മെന്റ് ആണോ ഉണ്ടായിരിക്കുന്നത്, അല്ലെ മാനേജ്മെന്റ് എന്തെങ്കിലും ഗൈഡൻസ് പറഞ്ഞിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടോ, അങ്ങനെ സ്റ്റോക്കിന് എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇതിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്താണ് നടന്നിട്ടില്ലെന്ന് അറിയാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ബിസിനസ്സിലേക്ക് കിടക്കാം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവർ മെയിനായിട്ട് ചെയ്യുന്ന റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവർ മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത്. 3 പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് കമ്പനിക്കുള്ളത്. ഒന്ന് പെന്ന്, അതേപോലെ രണ്ടാമത് പറയുന്നത് ക്രിയേറ്റീവ് സെക്ടറിൽ വരുന്ന പ്രൊഡക്റ്റുകൾ, മൂന്നാമത് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ ബോട്ടിൽ, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകൾ. സോ ഈ 3 സെഗ്മെന്റിലാണ് കമ്പനി പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ കമ്പനിയിൽ ഇവരിപ്പോൾ ഇവരുടെ ഓൺ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നുണ്ട്. അതേപോലെ OEM ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് വേറെ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് അവരുടെ ബ്രാൻഡിന്റെ ലേബലിൽ ഇവർ സെല് ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ നമ്മൾ കണ്ടതാണ് മേപ്പിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ബ്രാൻഡുമായിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. സോ അവരുടെ പ്രൊഡക്റ്റ് അത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ പ്രൊഡക്റ്റ് ചെറിയ രീതിയിൽ പ്രീമിയം ആയിട്ട് മാറുന്നുണ്ട്. സോ മേപ്പിഡിന്റെ പ്രൊഡക്റ്റ് ഇവർ സെല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കിയാൽ PA കാഡിനുമായിട്ട് ഓൾറെഡി ടൈപ്പുണ്ട്. സോ അവരുടെ പ്രൊഡക്റ്റുകൾ ഇവർ സെല് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇവർ വേറെ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്തും കൊടുക്കുന്നുണ്ട്. സോ ആ രീതിയിലാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത്. അതിനകത്ത് OEM ബിസിനസ്സിൽ വേറെ ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ഇവരിപ്പം ടൈപ്പിൽ എത്തിയിരിക്കുന്ന ബ്രാൻഡ് അല്ലാതെയുള്ള OEM ബിസിനസ്സിൽ ഇവരുടെ മേജർ ആയിട്ടുള്ള ക്ലയന്റിനെ ഇവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് Q1 തൊട്ടതില്ല. സോ അതുകൊണ്ട് തന്നെ OEM ഡീഗ്രോത്ത് ഉണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിലെല്ലാം നമ്മൾ സംസാരിച്ചാണ്. ബാക്കി ഇവരുടെ പ്രൊഡക്റ്റുകൾ നോക്കിയാൽ നല്ല രീതിയിൽ ഗ്രോത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് വരുന്നുണ്ട് കമ്പനിയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ 3 കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലാതെ തന്നെ വേറെ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ അവർ ഡൊമസ്റ്റിക്കിലും സെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് കമ്പനിയുടെ മൊത്തം ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 19% ആയിരുന്നു. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 30-33%, എനിക്ക് തോന്നുന്നു 30% ആയിരുന്നു തോന്നുന്നു അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജ് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനിക്ക് കിട്ടിയിരുന്നു. നമ്മൾ ഇനി ഈ ക്വാർട്ടറിലേക്ക് അവരുടെ റിസൾട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്നത് 20% ആണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ 13% പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. EBITDA മാർജിൻസിൽ ചെറിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 18.8 ഉണ്ടായിരുന്ന EBITDA മാർജിൻ ഈ ക്വാർട്ടറിലായപ്പോൾ 17.9 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച് താഴേക്ക് പോയി. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ചെറുതായിട്ട് താഴോട്ട് പോവുകയും അതിന്റെ കൂടെ ചെറിയ രീതിയിൽ എംപ്ലോയി കോസ്റ്റ് കൂടിയിട്ടുണ്ട്. സോ അതിനെ മേജറായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും റോ മെറ്റീരിയലിന്റെ പ്രൈസ് ചെറുതായിട്ട് കൂടിയോണ്ട് തന്നെയാണ് ഇവരുടെ EBITDA മാർജിൻസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ അതർ ഇൻകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വാർട്ടറിൽ, കഴിഞ്ഞ Q3, കഴിഞ്ഞ ഡിസംബറിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അതർ ഇൻകം ഉണ്ട്. ഏകദേശം 6 കോടിക്ക് മുകളിൽ അതർ ഇൻകം ഉണ്ട്. ഈ ക്വാർട്ടറിൽ അത് 3 കോടിക്ക് അടുത്തേ ഉള്ളൂ അതർ ഇൻകം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. Q3 കഴിഞ്ഞ ഡിസംബറിൽ ഇവർക്ക് IPO എന്ന് വന്ന ഫണ്ട് ഇവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിന്റെ FDയിൽ ഇൻട്രസ്റ്റ് കിട്ടിയേക്കുന്ന ഏകദേശം ഒരു 3.2 കോടിയോളം ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇൻകം കൂടെ കഴിഞ്ഞ തവണ അതർ ഇൻകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് ഒട്ടും ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാതെ ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന റവന്യൂ ഗ്രോത്തിന് താഴെയായിട്ട് നിൽക്കുന്നത്. സോ അതില്ല, നമ്മളത് കൃത്യമായിട്ട് മാറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഈ ക്വാർട്ടറിൽ അത് 0.47 ഉള്ളൂ, 47 ലക്ഷമേ ഉള്ളൂ. കഴിഞ്ഞ ക്വാർട്ടറിൽ അത്, കഴിഞ്ഞ ഡിസംബറിൽ അത് 3.2 കോടിക്ക് മുകളിലുണ്ടായിരുന്നു. സോ അത് ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ Q1Q നോക്കുമ്പോഴും നമുക്ക് ഇവരുടെ ഈ പറഞ്ഞ അതർ ഇൻകത്തിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 അതർ ഇൻകം കൂടുതലായിരുന്നു. അതിന്റെ റീസണും വേറൊന്നുമല്ല, ഇവരുടെ അസറ്റ്, അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്ന അവർ സെല് ചെയ്തിരുന്നു, അതിന്റെ ഇൻകം ഉണ്ട്. അതല്ലാതെ വേറൊരു അസറ്റ് കൂടെ സെല് ചെയ്തിരുന്നു, അതിന്റെ ഇൻകം ഉണ്ട്. അത് രണ്ടുകൂടെ ഏകദേശം 3.6 കോടിയോളം കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഈ 2 അതർ ഇൻകം ഉള്ളതുകൊണ്ടാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോഴും അല്ലെ ഇയർ ഓൺ ഇയർ നോക്കുമ്പോഴും ഇവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് അത്രയും വരാത്ത പോലെ. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിലും അതേപോലെ കഴിഞ്ഞ ഡിസംബറിലും ഈ രണ്ടും കമ്പയർ ചെയ്യുമ്പോഴത്തേന് പ്രോഫിറ്റ് മാർജിൻ കുറച്ച് 10.4 ആയിട്ട് കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഈ ഒരു അതർ ഇൻകത്തിന്റെ ചെറിയ വ്യത്യാസം കൊണ്ട് മാത്രമാണ്. അത് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോൾ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഒരു 3 to 4 കോടി അതർ ഇൻകം നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്.
വരുന്ന ക്വാർട്ടറിലൊക്കെ ആ ഒരു ഇതിലേക്ക് നോർമലൈസ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ക്വാർട്ടറിൽ കഴിഞ്ഞ മാർച്ചിലെ ക്വാർട്ടർ Q4ലും അതർ ഇൻകം ഏകദേശം 8 കോടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ക്വാർട്ടറിൽ റിസൾട്ട് നോക്കുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ക്വാർട്ടറിൽ മാനേജ്മെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ പെന്നിന്റെ സെയിൽസ് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 4% ആയിരുന്നു. അത് അവിടുന്ന് ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. വരുന്ന ക്വാർട്ടറുകളിലും അതേപോലെ വരുന്ന ഫിനാൻഷ്യൽ ഇയറിലും എല്ലാം ആ രീതിയിൽ ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് ഇവരുടെ ഗ്രോത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇതാണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യേണ്ടത്. സെയിൽസ് ഗ്രോത്തിനകത്ത് വ്യത്യാസം വരുന്നുണ്ടോ? അതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 15% മുകളിൽ ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യമാണ് സെയിൽസ് ഗ്രോത്ത് ടോപ്പ് ലൈൻ. അത് ഓൾറെഡി കമ്പനി അച്ചീവ് ചെയ്തിട്ടുണ്ട്. 20%ഓളം ടോപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ മാർജിൻസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. സോ അതും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മാർജിൻസ്. ഈ ഒരു അതർ ഇൻകത്തിന്റെ കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം നോർമലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറഞ്ഞൊരു ഗൈഡൻസ് ആണ് ഈ പറഞ്ഞ പെന്നിന്റെ സെക്ടറിൽ അവർ ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ പെന്നിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 7.3% ഉണ്ട്. അതായത് 4ൽ നിന്ന് 7.3ലേക്ക് എത്തിയിട്ടുണ്ട്. സോ മാനേജ്മെന്റ് ഗൈഡൻസ് പറഞ്ഞാൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ അവർ ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തുമെന്നുള്ള കാര്യമാണ്. സോ അത് സാധ്യത കുറവാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അടുത്ത ക്വാർട്ടറിലും ഇവർ ഇപ്പൊ ഈ ഒരു ക്വാർട്ടറിൽ 7.3ക്ക് വരെ ഒരു 10-12-11%ലേക്ക് ഗ്രോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ ഓവറോൾ ഗ്രോത്ത് കുറച്ചുകൂടെ കൂടിയാണ്. കാരണം ഇപ്പൊ 9 മന്തിൽ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും 5%ലാണ് നിൽക്കുന്നത്. സോ അടുത്ത ക്വാർട്ടറിൽ ഇവരൊരു 7-8-9% ഗ്രോ ചെയ്താലും ഈ പറഞ്ഞ ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തില്ല എങ്കിൽ പോലും അതിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഹൈ സിംഗിൾ ഡിജിറ്റിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇവർക്കുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ OEM-ൽ ഡീ ഗ്രോത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് പെന്നിൽ അത്രയും രീതിയിൽ ഗ്രോത്ത് വരാത്തത്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഡൊമസ്റ്റിക്കലി ഞാൻ പറഞ്ഞില്ല ഒരു ക്ലയന്റ് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇവരുടെ OEM-ന്റെ ഡൊമസ്റ്റിക്കിലുള്ള OEM സെയിൽസ് നോക്കിയാൽ 47% അവർക്ക് ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇവരുടെ ഓവറോൾ പെന്നിന്റെ ഗ്രോത്ത് താഴേക്ക് നിൽക്കുന്നത്. അടുത്ത ഒരു 1-2 ക്വാർട്ടർ കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകുന്നതോട് കൂടിയിട്ട് ഇവരുടെ ഓൺ ഫ്ലെയറിന്റെ പേരിൽ തന്നെ വരുന്ന അല്ലെങ്കിൽ ഇവരുടെ ബ്രാൻഡുകളുടെ അണ്ടറിൽ വരുന്ന പെന്നുകളുടെ സെയിൽസ് കൊണ്ട് തന്നെ ഇവർക്ക് ഏകദേശം 8-9%ലേക്ക് ഗ്രോത്ത് എത്തും. അത് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മൾ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഇവരുടെ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന പെന്നിന്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 9% ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇവർ OEM എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇവർക്ക് 7.3 ഉള്ളൂ. പക്ഷേ ഇവരുടെ മാത്രം ബ്രാൻഡിന്റെ അണ്ടറിൽ 9% ഉണ്ട്. അങ്ങനെ നോക്കിയാൽ അവരുടെ വോളിയം ഗ്രോത്തും 11% വന്നിട്ടുണ്ട്. അതിൽ അവർ കൂടുതലായിട്ട് ഈ പറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെന്നാണ് കൂടുതൽ സെല് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞ പെന്നുകളാണ്, അതായത് വോളിയം കൂടുതലായിട്ട് സെല് ചെയ്യുന്ന പെന്നുകളാണ് കൂടുതൽ സെല് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഓവറോൾ സെയിൽസ് എടുത്ത് നോക്കുമ്പോഴത്തേനും 9% വോളിയം ഗ്രോത്ത് 11 നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഇപ്പോഴും 5.4 തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലും 5.4 തന്നെയായിരുന്നു ഉണ്ടായിരുന്ന പെന്നിന്റെ ആവറേജ് പ്രൈസിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇവരുടെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ക്രിയേറ്റീവിൽ നോക്കിയാൽ ക്രിയേറ്റീവിൽ 69% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ 70-71% ആയിരുന്നു ഗ്രോത്ത്. അതായത് ഹൈ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ഇവരുടെ ക്രിയേറ്റീവ് സെഗ്മെന്റ് എന്ന് പറഞ്ഞത്. സോ ക്രിയേറ്റീവിൽ വരുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ പെൻസിൽസ് അല്ലെങ്കിൽ സ്കൂളിസ്റ്റിക് ആയിട്ടുള്ള ജിയോമെട്രി ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഈ ക്രിയേറ്റീവ് സൈഡിൽ കൂടുതലായിട്ട് സെയിൽസ് ഗ്രോത്ത് വരുമ്പോൾ ഇവർക്ക് അതിൽ കൂടുതലായിട്ട് മാർജിനും കിട്ടും. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവിൽ ഹൈ ഗ്രോത്ത് കമ്പനിയെ കൂടുതലായിട്ട് ഓവറോൾ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാർജിനെ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സ്റ്റീൽ ബോട്ടിൽ ആൻഡ് ഹൗസ് വെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവർക്ക് ഏകദേശം 116% ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 121-130% ഇവരുടെ ഗ്രോത്ത് വന്നിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഹൈ ഗ്രോത്ത് 120% തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ ആ രീതിയിൽ ഹൈ ഗ്രോത്ത് അവിടെയും വരുന്നുണ്ട്. അത് ഇവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 116% ഈ ഒരു ക്വാർട്ടറിലും അവിടെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിൽ വോളിയം ഗ്രോത്ത് ഏകദേശം 141% ഉണ്ട്. സോ മൊത്തത്തിൽ അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 116%. സോ ഈ പറയുന്ന ഇവരുടെ മെയിൻ ആയിട്ട് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്ന സെക്ടറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. പെന്നിന്റെ സെക്ടറിൽ ഇവർ ഇംപ്രൂവ് ആവുമെന്ന് പറയുന്നു. അത് കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട്. മാർജിൻസ് എല്ലാം കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതർ ഇൻകത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ കമ്പനിയുടെ എക്സ്പോർട്ടും ഇൻക്രീസ് ആവുന്നുണ്ട്. എക്സ്പോർട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അറൌണ്ട് 16% അടുത്താണ് എക്സ്പോർട്ട് ഉണ്ടായിരുന്നത്. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ അത് 18.5% ആയിട്ട് കൂടിയിട്ടുണ്ട്. സോ അതും കമ്പനിയുടെ മാർജിൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി ഇവരുടെ സെയിൽസ് ഡൊമസ്റ്റിക്കിൽ നോക്കി കഴിഞ്ഞാൽ ഡൊമസ്റ്റിക്കിൽ ഇവരുടെ ഓൺ പ്രൊഡക്റ്റുകൾ നോക്കിയാൽ ഓൺ പ്രൊഡക്റ്റിൽ ഏകദേശം 22% ഡൊമസ്റ്റിക്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ എക്സ്പോർട്ട് നോക്കിയാൽ ഇവരുടെ ഓൺ പ്രൊഡക്റ്റിൽ ഏകദേശം 30%ഓളം ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 30-31% ആയിരുന്നു എക്സ്പോർട്ടിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. 32 ആയിരുന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവരുടെ OEM-ൽ ഞാൻ പറഞ്ഞല്ലോ ഡീ ഗ്രോത്ത് ആണ് ഡൊമസ്റ്റിക്കിലുള്ളത്. 47% ഡീ ഗ്രോത്ത് ആണ് OEM പ്രൊഡക്റ്റിലുള്ളത് ഡൊമസ്റ്റിക്കിൽ. അത് ഇന്റർനാഷണൽ എക്സ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ അതിലും 22%ഓളം ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഓവറോൾ എക്സ്പോർട്ടിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 26-27% അടുത്തുണ്ട് ഓവറോൾ എക്സ്പോർട്ടിന്റെ ഗ്രോത്ത്. സോ ആ ഡയറക്ഷനിലും കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ പ്രോപ്പറായിട്ട് ഇവർ ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ബിസിനസ് അനാലിസിസ് ചെയ്ത് പറഞ്ഞാണ് ഇവർ എന്തൊക്കെയാണ് ക്യാപെക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സൂററ്റിൽ ഇവരുടെ പ്ലാന്റിൽ ഇവർ
എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 9 കോടിയുടെ എക്സ്പാൻഷൻ ഓൾറെഡി ചെയ്തു. ഇനി അതിൻ്റെ കൂടുതൽ അടുത്ത Q1 ഇവർ ഏകദേശം അവിടെ ഇതെല്ലാം ബ്രൗൺ ഫീൽഡാണ്, അവിടേക്ക് ഒരു 8 കോടിയും കൂടെ ആഡ് ചെയ്ത് പുതിയൊരു പ്ലാൻ കൂടെ അവിടെ ആഡ് ചെയ്യുന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന അവരുടെ ഫ്ലോമാക്സ് എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡാണ്. സോ അതിലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെന്നുകളും കാര്യങ്ങളാണ് അവിടെ അതിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അതായത് ഹൈ വോളിയം ഗ്രോത്ത് ആണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഇതിപ്പോൾ ഞാൻ സൂററ്റ് പ്ലാന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ അവരുടെ വത്സാദ് പ്ലാന്റിലും അവിടെ പുതിയ പ്ലാന്റ് വരുന്നുണ്ട്, ഗ്രീൻഫീൽഡിൽ അവിടെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കമ്പനി ഓൾറെഡി എല്ലാ കാര്യങ്ങളും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്വാർട്ടറിൽ ഈ ഒരു 9 മന്തിൽ നോക്കിയാൽ ഏകദേശം 63 കോടിയോളം ഓൾറെഡി അവർ സ്പെൻഡ് ചെയ്തു. 80 to 90 കോടിയാണ് അവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതും പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. സോ അത് IPO ഫണ്ടിൽ നിന്നാണ് എക്സ്പാൻഷൻ അതെല്ലാം നടക്കുന്നത്. ആ ഒരു എക്സ്പാൻഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് ഈ ഒരു വരുന്ന 1-2 വർഷത്തേക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ട് എക്സ്പാൻഷൻ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ക്യാപെക്സിൽ അധികം സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത്. സോ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം എന്താ മനസ്സിലാവുന്നത്, ഇവർക്ക് കൂടുതലായിട്ട് ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യാതിരിക്കും തോറും ഇവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിക്ക് കൂടുതലായിട്ട് കിട്ടാൻ പറ്റും. അതായത് അതിന്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന തോറും ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എല്ലാം അവിടെ തന്നെ നിൽക്കുകയും കൂടുതലായിട്ട് വരുന്ന റവന്യൂ കൂടുതലായിട്ട് ഇവരുടെ പ്രോഫിറ്റിലേക്ക് തന്നെ പോവുകയും ചെയ്യും. സോ അത് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതാണ്. വരുന്ന 1-2 വർഷത്തിൽ കമ്പനി നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനിയാണ്. കാരണം മാനേജ്മെന്റ് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് മിക്സ് ആ ഒരു രീതിയിലേക്കാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീമിയം പ്രൊഡക്റ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ ക്രിയേറ്റീവിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബോട്ടിലുകളിലേക്ക് സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല ഹൈ മാർജിൻ കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. അതിനകത്താണെങ്കിൽ പോലും ഇവരുടെ ബോട്ടിലിന്റെ സെയിൽസ് നോക്കിയാൽ ഇപ്പോൾ അവർ കൂടുതലായിട്ടും ഡൊമസ്റ്റിക്കിലാണ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ രീതിയിലാണ് എക്സ്പോർട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1-2 കോടി രൂപയുള്ള ഈ ഒരു ക്വാർട്ടറിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ ബോട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. സോ അതും ഇനി നല്ല രീതിയിൽ ഗ്രോത്ത് വരാനായിട്ടുള്ളതാണ്. അതുപോലെ ക്രിയേറ്റീവ് സെഗ്മെന്റ് നോക്കിയാലും ഇപ്പോൾ അവർ വരുന്ന സ്കൂളിസ്റ്റിക് പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഓഫീസ് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, മൂന്നാമതായിട്ട് ഗിഫ്റ്റിംഗ് ഐറ്റംസ് വരുന്നുണ്ട്. ഇനി ഇവർ വരുന്ന ക്വാർട്ടറുകളിൽ കളറിംഗ് പ്രൊഡക്റ്റുകളിലേക്കൂടെ അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവരുടെ പ്രൊഡക്റ്റ് കാറ്റഗറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ അത് വരുന്നതോറും വീണ്ടും ഇവരുടെ മാർജിൻസ് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കൂടുതൽ പ്രൊഡക്റ്റുകൾ ആ ഒരു സൈഡിലെല്ലാം വരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. മാനേജ്മെന്റ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ ആ രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇപ്പോൾ ഒരു മാനേജ്മെന്റ് ഗൈഡൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 15% ആണ് ഗൈഡൻസ്. അതും അവർ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ എന്തായാലും ഔട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ ഗൈഡൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇനി ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും ഈ 15% എന്നുള്ളത് വരുന്ന ഒരു 2 വർഷത്തേനുള്ള ഗൈഡൻസ് ആണ്. അത് പക്ഷേ അവരെല്ലാം വരുന്ന 2 വർഷവും ഒരു ഈ വർഷത്തെ ഈ 3 ക്വാർട്ടറിന്റെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ അറിയാം അവർ ഔട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം. സോ വരുന്ന അടുത്ത 2 വർഷങ്ങളിൽ ഇവർ ഔട്ട് പെർഫോം ചെയ്യും ഒരു 15% എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. സോ അതിനകത്ത് എന്തെങ്കിലും ഗൈഡൻസ് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവരുടെ വരുന്ന ക്വാർട്ടറുകളിലെ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് മാനേജ്മെന്റ് പുതിയ ഗൈഡൻസ് വരുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഗൈഡൻസ് 15% ആണ്. അതും ഔട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മാനേജ്മെന്റ് ഒരു ഗൈഡൻസ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് അവരൊരു 10 days ആയിട്ട് 10 days കൂടെ കുറയ്ക്കുന്നു. ഇപ്പോൾ ഉള്ളതിന് 10 days കുറയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരുടെ ഇൻവെന്ററിയും അല്ലെങ്കിൽ റിസീവബിൾസും ഒക്കെ നല്ല കുറച്ച് കൂടുതലാണ്. സോ അത് മാനേജ്മെന്റ് പറയുന്നത് വെച്ചാൽ അത് അവർ തന്നെ ഡിസിഷൻ എടുത്തിട്ട് ആ രീതിയിലാണ്. കാരണം എന്ന് വെച്ചാൽ പുതിയ കൂടുതൽ പ്രൊഡക്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഇൻവെന്ററി സ്വാഭാവികമായിട്ട് കൂടും. അതുപോലെ തന്നെ ഇവർ കുറച്ച് ക്രെഡിറ്റ് പീരീഡും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ റിസീവബിൾസും അതുപോലെ തന്നെ ഇൻവെന്ററീസും കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. എന്തായാലും അവർ ഈ ഫിനാൻഷ്യൽ ഇയർ തീരുന്നതോട് സമയം കൊണ്ട് തന്നെ വേറെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സിൽ ഒരു 10 days കുറവ് വരും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ROE ഇംപ്രൂവ് ആവും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഒരു 11-12% ഇടയ്ക്കാണ് കമ്പനിക്ക് ROE ഉള്ളത്. സോ അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് കമ്പനിയുടെ മാർജിൻസ് ഇംപ്രൂവ് ആവുകയും പ്രോഫിറ്റ് കൂടുതലായിട്ട് വരികയും ചെയ്യുന്ന സമയത്ത് ROE ഇംപ്രൂവ് ആവേണ്ടതാണ്. സോ അത് കൃത്യമായിട്ട് ഇംപ്രൂവ് ആവും. ഗ്രാജുവലായിട്ട് പെട്ടെന്നൊരു കൂടുതലായിരിക്കില്ല, ഗ്രാജുവലായിട്ട് കമ്പനി പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇംപ്രൂവ് ആവുന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ഈ റിസൾട്ട് നോക്കിയാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ പോലെ തന്നെ നല്ല റിസൾട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പാർട്ട് ഗ്രോത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് കുറവുള്ളത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ല. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഈ മാർജിൻസ് ഇംപ്രൂവ് ആവുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. പക്ഷേ മൊത്തത്തിൽ ഓവറോൾ ഇപ്പോൾ കമ്പനി കഴിഞ്ഞ 1-2 വർഷം നോക്കിയാൽ പോലും അവരുടെ സെയിൽസ് ഗ്രോത്ത് 3-4% അവർ 10% അടുത്തേക്ക് വന്നു. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 18-20%ലേക്കൊക്കെ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് എത്തിച്ചിട്ടുണ്ട്. ഗ്രാജുവലായിട്ട് കമ്പനി ഇതെല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിനെ നമ്മൾ മൊത്തത്തിൽ സംസാരിച്ച സമയത്ത് നമ്മൾ ഡോംസിന്റെ കാര്യം സംസാരിച്ചിരുന്നു. ഡോംസ് ആയിരുന്നു ഇവിടെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരു 20-25% മുകളിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ അവരുടെ ഗൈഡൻസ് ഇപ്പോൾ മാനേജ്മെന്റ് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തൊട്ടിട്ട് സോ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഇന്നാണ് അവരുടെ റിസൾട്ട് വരാനുള്ള ഡോംസിന്റെ. സോ അത് വന്നു കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റിയിട്ട് സംസാരിക്കാം. ഇവരിൽ ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഡോംസിന്റെ ചെറുതായിട്ട് പെർഫോമൻസ് താഴേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പെർഫോമൻസ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. എന്നാലും നമുക്ക് ഇവർ ആരാണ് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവരുടെ വാല്യുവേഷൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു ക്വാർട്ടറിൽ നമുക്ക് ഏകദേശം ഒരു 20% നമ്മൾ എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അവരുടെ കഴിഞ്ഞ Q3 Q4 ഈ ഒരു Q4ലേക്ക് 20% ടോപ്പ് ലൈനിൽ ഗ്രോത്തും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവരുടെ EBITDA മാർജിൻസ് അവർ 18% മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ഡിപ്രിസിയേഷൻ എമൗണ്ടും കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു 3 കോടി രൂപ 4 കോടി രൂപയൊക്കെയാണ് ഇവർ അതർ ഇൻകത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനി അടുത്തൊരു ക്വാർട്ടറിൽ ഏകദേശം ഒരു 37-38 കോടിയാണ് മിക്കവാറും പാറ്റായിട്ട് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മൊത്തം ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഒരു 140-142 കോടി ഇവർ ടോട്ടൽ പാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അത് ഇപ്പോഴത്തെ അവരുടെ മാർക്കറ്റ് ക്യാപ്പിനെ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫോർവേഡ് പി എന്ന് പറയുന്നത് 22-23 ആ ഒരു റേഞ്ചിലാണ് വരിക. ഇപ്പോൾ കമ്പനിയുടെ പി എന്ന് പറഞ്ഞാൽ അറൗണ്ട് 24-അടുത്താണുള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 18-20% ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമുക്കൊരു 22-23 ഫോർവേഡ് പിയിൽ കിട്ടുന്നുണ്ട്. സോ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുകയും ഇവർക്ക് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുകയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഫോർവേഡ് പി താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ കുറച്ചുകൂടി നന്നായിട്ട്, അതായത് ഇവരുടെ പുതിയ പ്ലാന്റ് വരുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ അവിടെ നിന്നുള്ള യൂട്ടിലൈസേഷൻ ഒക്കെ മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഗ്രോത്ത് 20% എബോ ആക്കുകയും അതേപോലെ തന്നെ നല്ല ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പെഗ് റേഷ്യോ ഒക്കെ 1 താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഒരു കമ്പനിയാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഡോംസിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പിന്നെ ലിങ്ക് ലിമിറ്റഡ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാമലിന്റെ റിസൾട്ട് ഒന്നാണ്. സോ ഡോംസിന്റെ ക്യാമലിന്റെ റിസൾട്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാം. അതിന്റെ കൂടെ ലിങ്കിന്റെ റിസൾട്ട് കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സെക്ടറിലുള്ള കമ്പനികളെല്ലാം കൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കഴിഞ്ഞ ക്വാർട്ടറിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.